ഇന്നലത്തെ എപ്പിസോഡിൽ ലക്ഷ്മി കാണിച്ച ഒരു അതിബുദ്ധിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്കറിയാം അവിടെ ലക്ഷ്മിയെ വല്ലാതെ ടാർഗറ്റ് ചെയ്ത് ലക്ഷ്മി ഒറ്റപ്പെടുത്തുന്ന രണ്ടാൾക്കാരാണ്. ഒന്ന് അക്ബറും ഒന്ന് ഷാനവാസും. ഇവർക്കെതിരെ ലക്ഷ്മിക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസാണ് ലക്ഷ്മി ഇന്നലെ പ്രയോഗിച്ചത്. പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് അക്കാര്യത്തിലേക്ക് വരാം. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്താം. നമുക്കറിയാം ഇന്നലെ സീക്രട്ട് ടാസ്കിൽ ഷാനവാസിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഷാനവാസിൻ്റെ പേര് നിർദ്ദേശിച്ചത് അക്ബറാണ്. അക്ബറിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഷാനവാസ് ഒരു ശുദ്ധനാണ്, മണ്ടനായതുകൊണ്ട് തന്നെ ഷാനവാസ് ഇത് എല്ലാവരുടെ പറയും, ഈ ടാസ്ക് കുളമാക്കും എന്നുള്ള രീതിയിൽ ലക്ഷ്മി ഇന്നലെ അവിടെ പറഞ്ഞു. അപ്പോൾ അക്ബർ പറഞ്ഞു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. അതായത് അക്ബർ റെഡിക്ക് വിചാരിച്ചത് ഷാനവാസിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത രണ്ടാളെ ഉൾപ്പെടുത്താൻ വേണ്ടി ഷാനവാസിന് ഇഷ്ടപ്പെട്ട ആദിലയെയും നൂറയും കൊണ്ടുവരാം, അങ്ങനെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കാം അക്ബർ ഷാനവാസിൻ്റെ പേര് നിർദ്ദേശിച്ചത്. പക്ഷേ ഇന്നലെ കിട്ടിയ ചാൻസിൽ ലക്ഷ്മി എന്ത് പറഞ്ഞു, അത് അക്ബർ ഷാനവാസിനെ പെടുത്തിയൊരു ട്രാപ്പാണെന്ന്. ഷാനവാസ് അത് കേട്ട് വിശ്വസിക്കുകയും ചെയ്തു. അക്ബറിനെതിരെ അങ്ങോട്ട് ചാടുകയും ചെയ്തു. ലക്ഷ്മിയോട് ഒരുപാട് വിരോധമുള്ള ഷാനവാസ് എന്തായി, നേരെ ലക്ഷ്മീൻ്റെ അടുത്ത് വന്നു, കെട്ടിപ്പിടിക്കുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ ലക്ഷ്മി എന്താക്കി, അവിടെ ഒരു കടുത്ത ബുദ്ധിയാണ് പ്രയോഗിച്ചത്. അതായത് ഷാനവാസിനെ അക്ബറിനെ തെറ്റിക്കാൻ കിട്ടിയ ഒരു ചാൻസ് ലക്ഷ്മി അതങ്ങ് മുതലാക്കി. നേരെ ഷാനവാസും അക്ബറും തെറ്റി. ഷാനവാസും ലക്ഷ്മിയും തമ്മിലുള്ള ഉടക്കം അവിടെ തീർന്നു. ഷാനവാസ് നേരെ ലക്ഷ്മിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്തു. ലക്ഷ്മി ഇന്നലെ അവിടെ കാണിച്ചത് ഒരു മാരക ബുദ്ധിയാണ്. ലക്ഷ്മിക്ക് തന്നെ അറിയാം അക്ബർ ഷാനവാസിനെ ട്രാപ്പ് പെടുത്താൻ വേണ്ടിയിട്ടല്ല ആ ടാസ്കിലേക്ക് ഉൾപ്പെടുത്തിയെന്നൊക്കെ ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ലക്ഷ്മി എന്താ, കിട്ടിയ അവസരം ലക്ഷ്മി അവിടെ മുതലാക്കി. എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക.